even from your Malayalam film industry as well. Long back, I did get a call from someone, some email, or I don't remember, a call or an email. And I was asked to travel to Kochi to work with Mammootty in a Malayalam film. ഓക്കെ, മലയാള സിനിമയിലേക്ക് അഭിനയിക്കാൻ ഒരു ഹിന്ദി നടിയെ വിളിച്ചു കൊണ്ടുവന്ന് ഇവിടെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള ഒരു വാർത്തയും കൂടി വരുന്നു. ഈ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ ഇതാ ഓരോ കാര്യങ്ങളുമായിട്ട് രംഗത്ത് വരികയാണ്. ഓരോ രീതിയിൽ സംവിധായകർ, പ്രൊഡ്യൂസർ, കോ പ്രൊഡ്യൂസേഴ്സ് മോശപ്പെട്ട രീതിയിൽ തങ്ങളോട് പ്രതികരിച്ചു. വളരെ മോശപ്പെട്ട രീതിയിൽ ലൈംഗിക ചൊവ്വയുള്ള സംസാരം മാത്രമല്ല, ഒരു അനുവാദം പോലും ചോദിക്കാത്ത കൈകളിലും മുടിയിലും കഴുത്തിലുമെല്ലാം തടവാൻ വരുന്നു. ഓക്കെ, ഈ ഒരു സ്ത്രീ പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മമ്മൂട്ടിയുടെ സിനിമയിലേക്ക് അഭിനയിക്കാൻ ക്ഷണിക്കപ്പെടുന്നു, അവിടെ ചെല്ലുന്നു, അവിടെ നിന്നുണ്ടായ ഒരു ദുരനുഭവമാണ്. ആ ദുരനുഭവം എന്തായാലും ഒന്ന് കേൾക്ക്. So I went inside with him. His bedroom was dark, and we went into the balcony, and he was playing with my bangles. So initially I thought maybe he wants to see my bangles. No, I'm thinking otherwise. No, I'm thinking, I was trying to calm myself down, or maybe I wanted to give it a second. I mean, let's see how far this goes. I'm not going to react now. Maybe this is a very innocent gesture, probably, benefit of doubt. I was giving him the benefit of doubt. So after that, when he felt that I'm not protesting or I'm not doing anything, he started to play with my hair and, touching the nape of my neck. So I immediately got out of that room. I spoke to the assistant director. I called him. That guy, actually, he was the one who spoke to me initially. So I said, I'm not doing this film. ഓക്കെ, എങ്ങനെയുണ്ട്? ഇവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഛായാഗ്രാഹകന്മാരുണ്ട്, ഡയറക്ടർ, പ്രൊഡ്യൂസർ, എല്ലാവരും അവിടെ ഉണ്ട്. അതായത് ഒരു ഫ്ലാറ്റിലേക്ക് വിളിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ക്യാമറാമാനോട് സംസാരിക്കട്ടെ, നിങ്ങൾ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തോളൂ എന്ന് പറയുന്നു. ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ലൈറ്റ് ഇല്ല. അപ്പം നേരെ പിന്നെ ബാൽക്കണിയാണ് കാണുന്നത്. ബാൽക്കണിയിലും വെളിച്ചമില്ല. ബാൽക്കണിയിൽ പോയി നിൽക്കുമ്പോൾ ഇയാൾ പതുക്കെ അങ്ങോട്ട് വന്ന് ആദ്യം നോർമലി സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ച് ഈ കൈ ഇങ്ങനെ ആ ഒരു കമ്പിയുടെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നേ, അതിന്റെ മുകളിലൂടെ ഇവരുടെ ആ ഒരു വളയിലോ അല്ലെങ്കിൽ കൈച്ചൈനിലോ അങ്ങനെ വെറുതെ തടവി ഇങ്ങനെ വെറുതെ കളിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അതൊരു നോർമൽ എന്തെങ്കിലുമൊക്കെ ആകാം എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പതുക്കെ തലയിലോട്ട് കൈ വെച്ചു, അത് കഴിഞ്ഞ് കഴുത്തിലോട്ടും വെച്ചു. ഉടനെ തന്നെ അവരവിടെ നിന്ന് മാറി എന്നുള്ളതാണ്. ആദ്യം ഇവര് ഒരു ഭയം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഒരു പരിചയമില്ലാത്ത നാട്, ഒരു പരിചയമില്ലാത്ത ആളുകൾ, പുതിയ മമ്മൂട്ടിയുടെ സിനിമ എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മമ്മൂട്ടി ഒരു ഇന്റർനാഷണൽ ലെവൽ ആക്ടറാണ്, ഇന്ത്യയിലെ വലിയ നടനാണ്. സ്വാഭാവികമായിട്ടും ഒരു അവസരം കിട്ടുമ്പോൾ ആരായാലും ഒരുപാട് സിനിമയിൽ അഭിനയിച്ച ഒരാളായതുകൊണ്ട് വരികയാണ്. വന്നു കഴിഞ്ഞപ്പോണ്ടായ അനുഭവമാണ്. ഓക്കെ, അപ്പോൾ ഹിന്ദിക്കാർക്കും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്ത പ്രൊഡ്യൂസർ ചെയ്ത കാര്യം കൂടിയുണ്ട്, അതും കൂടി കേൾക്കാം. And trust me, that night I took an Uber or something and I went into the hotel. That night I will never ever forget, because I was scared. I was all by myself, alone in a place where I don't know anybody, XYZ. I'm in this hotel. I was just thinking, what if they have a key, master key, or what if in the middle of the night somebody bangs on my door? The entire night I was awake. I spoke to the producer that I want my return ticket tomorrow. They didn't pay me anything. So the next day I went to the airport, got a flight, whatever. I spent my own money, I came back. ഓക്കെ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഹിന്ദി നടിയെ മലയാള സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിക്കുന്നു. മമ്മൂട്ടിയുടെ സിനിമയാണെന്ന് പറഞ്ഞപ്പോൾ അവരൊന്നും ചിന്തിച്ചില്ല, വരുന്നു. വന്നതിന് ശേഷം അവരെ ഒന്ന് ആ രീതിയിൽ വഴക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. അവരത് വഴങ്ങിയില്ല, ജീവൻ കൊണ്ട് തിരിച്ചു പോയി എന്നുള്ള. മലയാളം അറിയില്ല, ഈ നാട്ടിൽ ആരുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പ്രൊഡ്യൂസർ പറയുന്ന എത്രയും പെട്ടെന്ന്, അതായത് രാവിലെ തന്നെ എനിക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്തു തരണം എന്ന് പറയുമ്പോൾ അവരത് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അവർക്ക് ആവശ്യമായത് നടന്നില്ലല്ലോ, അതുകൊണ്ട് അവർ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ സ്വന്തം പൈസ കൊണ്ട് തിരിച്ചു പോയി എന്നുള്ളതാണ്. അപ്പം മലയാളത്തിലുള്ള നടിമാർക്ക് മാത്രമല്ല, പുറത്തു നിന്ന് ഇങ്ങോട്ട് അഭിനയിക്കാൻ വരുന്ന സ്ത്രീകളും ഇത് അനുഭവിക്കുന്നു. ഇവരെന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ടാവില്ല, മലയാളികളാണ് കൊടുത്തിട്ടുള്ളത്. അതിലെ ഏകദേശം 65-62 പേജുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. പ്രമുഖരുടെ പേര് വരുന്ന ഒരു ഭാഗം 95 അങ്ങനെ എന്തോ 45 ഖണ്ഡിക അങ്ങനെ എന്തോ ഒരു തേങ്ങാക്കുല ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവരാവകാശ കമ്മീഷൻ. പക്ഷേ അത് മറന്നുപോയി. അതുകൊണ്ടാണ് 15 പ്രമുഖർ ഇതിലുണ്ട്, ഗുണ്ടകളുണ്ട് എന്ന് പറയുന്ന ഭാഗം നമ്മൾ കാണുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ അവരുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ബൈജു കൊട്ടാരക്കര കൃത്യമായിട്ട് വളരെ വൈകാരികമായിട്ട് വിളിച്ചു പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത്
സർക്കാർ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആ പേരങ്ങ് വിളിച്ചു പറയും, ഞങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, ഞാനൊരു സിനിമാക്കാരനാണ്, എന്റെ പേരുണ്ടോ എന്നറിയാൻ എനിക്ക് അവകാശമില്ലേ. അപ്പൊ അതുകൊണ്ട് ഈ പേരുകൾ പുറത്തു വന്ന ശേഷം ഞാൻ ഇല്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അത് ഉറപ്പിക്കണം, തീർച്ചയായിട്ടും ഉറപ്പിക്കണം. ആ അവകാശം എല്ലാ സിനിമാക്കാർക്കും ഉള്ളതാണ്. ഇത്രയും സിനിമാക്കാരുള്ള ഈ നാട്ടിൽ ഇത്രയും സിനിമയിൽ ജോലി ചെയ്യുന്ന 10,500-ഓളം പ്രത്യക്ഷത്തിൽ ജോലി ചെയ്യുന്ന ആളുകളും പരോക്ഷമായി ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുമുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ പ്രവർത്തിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് ഇതിനകത്ത് ഈ വില്ലന്മാർ എന്ന് പുറത്തറിയണ്ടേ? അവരുടെ പേരിൽ അവർ ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ കേസെടുക്കണ്ടേ? പോക്സോ കേസുണ്ടെങ്കിൽ പോക്സോ കേസിന് കേസെടുക്കണ്ടേ? അല്ലാതെ ഇനിയും അതിന് AK ബാലൻ പറഞ്ഞതുപോലെ ഇനിയും പോലീസിന് അന്വേഷിച്ച് പോകണം, പോലീസ് റിപ്പോർട്ട് അന്വേഷിച്ച് പോകണോ വേണ്ടത്? ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് ഈ പറയുന്നത്? സിനിമക്കാരെ പറ്റിക്കാനോ അതോ നാട്ടുകാരെ പറ്റിക്കാനോ? തീർച്ചയായിട്ടും ആ ഒരു പേരുകളങ്ങ് പുറത്തു വിടണം, നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുപോവുക, കേരള സർക്കാർ സ്വമേധയാ കേസ് എടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നടന്മാരുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഫാൻസുകൾ ഇങ്ങനെ നിൽക്കുക, അതങ്ങോട്ട് മാറിക്കിട്ടും. ഫാൻസ് മാത്രമല്ല, സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ എല്ലാ നടന്മാരെയും ആ രീതിയിൽ കാണില്ലേ? മോശമാണത്. അപ്പൊ എത്രയും പെട്ടെന്ന് കൃത്യമായിട്ട് ഇന്ന ആളുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ. പക്ഷെ അതൊന്നും ചെയ്യില്ല, അതൊന്നും കാണിക്കില്ല എന്നുള്ളതാ. നിങ്ങൾ കംപ്ലൈന്റുമായി വരൂ, നമുക്ക് പരിഹരിക്കാം എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഒരു മുഖ്യമന്ത്രി അതാണോ ചെയ്യേണ്ടത് എന്നാണ് എന്റെ ചോദ്യം. എല്ലാവരും കൊടുത്ത മൊഴികളുണ്ട് അല്ലെ, ആ കൊടുത്ത മൊഴികളിൽ നിന്നും പലതും നീക്കം ചെയ്യാനൊക്കെയാണ് ഇവിടുന്ന് പറയുന്നത്. അതിൽ നിന്ന് പ്രമുഖരായ ആളുകളുടെ പേര് അടങ്ങുന്ന അവരെ പരാമർശിക്കുന്ന ഭാഗങ്ങളെല്ലാം, ആ ഖണ്ഡികകളെല്ലാം കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം 4 വർഷത്തോളമായിട്ട് മേശയമൊക്കെ എടുക്കുക. ഒരു കാര്യം ചെയ്തതുപോലെ ഇതിന് മുന്നേ തന്നെ വേറെ ഒരു പഠന റിപ്പോർട്ട് ഇതേപോലെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ആരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുന്നത് ഇതിനുള്ളിലുള്ള ആ പ്രമുഖരെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി ചാണ്ടി ഉമ്മൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതും എനിക്ക് ശരിയായിട്ട് തോന്നിയൊരു കാര്യമാണ്, കേൾക്കുക. കുറ്റം ചെയ്തവരെ കണ്ടെത്താനും ആവുന്നില്ല, അതേസമയം മൊത്തം ആളുകളെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് പോവുകയാണ്. മൊത്തം ആളുകളെ ആക്ഷേപിക്കുന്ന തരത്തിൽ. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് വേട്ടയാടൽ അനുഭവിക്കുക എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല അതിനെക്കുറിച്ച്. ആരെയും വേട്ടയാടുവാൻ ഇടയാകാൻ പാടില്ല. അതേസമയം ആ തെറ്റുകാരെ നിയമവിരുദ്ധമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഇപ്പോഴും സർക്കാരിനുണ്ടായിരുന്നല്ല, സർക്കാരിനുണ്ട്. അദ്ദേഹം പറഞ്ഞ കൃത്യമാണ്. എല്ലാവരും വേട്ടയാടപ്പെടുന്നത് ശരിയല്ല. പ്രമുഖർ എന്ന് പറയുന്നതിൽ സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറുമാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അനാവശ്യമായിട്ട് ഇവരുടെ പേരുകൾ ഇതിൽ വലിച്ചിഴക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മാത്രമല്ല അവർക്ക് ഫാമിലിക്കും ഉണ്ടാവുന്ന ഒരു വിഷമത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. തിലകന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് തിലകൻ കൃത്യമായി വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഇന്ന ആള് ഇന്ന രീതിയിൽ ചെയ്തു എന്ന് തന്നെ പറയുന്നു. അതുകൊണ്ട് അവിടെ യാതൊരു പ്രശ്നത്തിനും ഒരു കാര്യമില്ല. പക്ഷെ ഇവിടെ ഇത്രയും സ്ത്രീകൾ ഇത്ര മോശപ്പെട്ട രീതിയിൽ ഞങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് നടന്മാരുടെ പേര് പുറത്ത് പറയുന്നില്ല എന്നുള്ള ചോദ്യം അതെല്ലാവരും ഉന്നയിക്കുന്നത് പോലെ നമ്മളൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ഇവരെ മാറ്റി നിർത്തപ്പെടേണ്ടതാണെങ്കിൽ മാറ്റി നിർത്തണ്ടേ? ഇതിന്റെ ഭൂഷകളുടെയും അല്ലെങ്കിൽ എന്താ പറയാ, ഇവിടെ അടിമത്വമൊന്നും ഇപ്പോഴും ഇല്ല. അമ്മ എന്നൊരു സംഘടനയ്ക്ക് ഒരു സ്ത്രീ ഇതുപോലെ അലൻഷിയർ എന്ന് പറയുന്ന നടൻ തന്നെ ഈ ഒരു രീതിയിൽ മോശപ്പെട്ട രീതിയിൽ കളിയാക്കുകയും ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാ മേഖലയിലും ഉള്ളതല്ലേ എന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ KPC ലളിത ചോദിച്ചു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതാണ് അവസ്ഥ. അപ്പൊ ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാ, സൈക്കി എന്ന് പറയാൻ പാടില്ല. സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ അത് എങ്ങനെയായാലും നമ്മൾ ചെറുത്ത് നിൽക്കുക തന്നെ വേണം. പുരുഷനെതിരെയുള്ള കാര്യങ്ങളും നമ്മൾ എതിർക്കണം. അപ്പോൾ എല്ലാത്തിനും വേണ്ടത് കൃത്യമായ എവിഡൻസുകളാണ്. അപ്പോൾ ഈ പെൺകുട്ടികൾ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിൽ എവിഡൻസ് ഇല്ല. അതുകൊണ്ട് ഇത് വെറും ഒരു മൊഴിയായിട്ടോ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമായിട്ടേ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ടാകാം ഒരു പക്ഷേ സർക്കാർ ഇനി തോന്നുന്നില്ലേ കൃത്യമായിട്ട് അറിയില്ല, അതുകൊണ്ടാകാം ഒരു പക്ഷെ നമുക്ക് അറിയില്ല കേട്ടോ. തെളിവുകളില്ലാതെ കോടതിയിൽ ഒരു കേസ് നിലനിൽക്കില്ല. ആ ഒരു ധൈര്യം എല്ലാവർക്കും ഉണ്ട് അല്ലെ. ഇപ്പൊ വിനയന്റെ കേസിൽ എന്താ, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കുന്നത്. കുറ്റവിമുക്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ സംഘടനക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടും അതിനെതിരെ നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആളെ പുറത്താക്കിയപ്പോൾ ആള് കോടതിയിൽ കേസുമായി മുന്നോട്ട് പോയി സുപ്രീം കോടതിയിലെ കിടിലം വിധിയും വിധിച്ചു. ഇടവേള ബാബു, അതുപോലെ തന്നെ ഇന്നസെന്റ്, അങ്ങനെ ഒരുപാട് ആളുകൾ പൈസ കൊടുക്കേണ്ട ഒരവസ്ഥ വന്നു മാനനഷ്ടത്തിന്. ഫെഫ്കയും അമ്മയും കുടുങ്ങിയ കേസാ അല്ലെ. അത് കഴിഞ്ഞ് അമ്മയും ഫെഫ്കയും സുപ്രീം കോടതിയിൽ ഹർജിയുമായിട്ട് ചെന്നപ്പോൾ ഹർജി അങ്ങ് തള്ളി വിട്ടു. അത്രേ ഉള്ളൂ.
അപ്പോൾ അതിന് രേഖകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു കേസ് നിലനിൽക്കാനുള്ള കാരണം. ഇപ്പൊ ഇവിടെയുള്ള പെൺകുട്ടികൾക്ക് ഇത് ഇവരിങ്ങനെ അനുഭവിക്കുന്നു എന്നുള്ള ഒരു സാധനം ഒരു ഇലക്ഷൻ കമ്മീഷൻ എന്നാ പറയുന്നത്, ഹേമ കമ്മിറ്റി, അത് ഹേമ കമ്മിറ്റി അല്ല ഹേമ കമ്മീഷൻ ആയിരുന്നു, അതുകൊണ്ട് അങ്ങനെ പറയാം, ഹേമ കമ്മീഷൻ ആയിരുന്നു അത്രേ. അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കോടതിയിൽ ഒരു പിടിബലം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഹേമ കമ്മിറ്റി ആയതുകൊണ്ട് ജസ്റ്റ് ഒരു റിപ്പോർട്ട് അത്രേ കാണിക്കുന്നുള്ളൂ. ആ റിപ്പോർട്ടിലുള്ള പെൺകുട്ടികൾ അനുഭവിച്ച ദുരനുഭവം പുറത്തേക്ക് പറയുമ്പോൾ ആളുകളുടെ പേര് പറയുമ്പോൾ സിനിമയിൽ നിലനിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇത് ഇനി ആരും പുറത്തു വിടണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ളത് നീതി ഇതാണ്. അതായത് ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്, അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പേരുകൾ പറയാത്തത്. ഇനി ഇങ്ങനെ ഒരു നടിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്, എല്ലാവർക്കും ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയണം, അതുകൊണ്ട് ഇത് ഇനി ഇങ്ങനെ അങ്ങ് അവസാനിപ്പിക്കുക എന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും പേരും കാര്യങ്ങളും കൊടുത്തിട്ട് സ്പോട്ടിൽ ബാല പറഞ്ഞതുപോലെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അപ്പം തന്നെ അത് പ്രതികരിക്കണം. ഒരു നടിക്കുണ്ടായ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, സ്പോട്ടിൽ പ്രതികരിച്ചിട്ടുണ്ട്, പക്ഷെ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല, സ്പോട്ടിൽ പ്രതികരിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ ഒരു ഹിന്ദി നടിക്കും കൂടി ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ലജ്ജ തോന്നുകയാണ് മലയാളികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. നമ്മളെ മലയാളികളെ മുഴുവൻ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഈ സിനിമാ നടന്മാരാണ് എന്നല്ല അതിനർത്ഥം. പക്ഷേ മലയാള സിനിമ ഇന്ത്യൻ സിനിമയുടെ ഒരു മുഖമായി മാറുന്ന ഒരു സമയത്ത് മലയാള സിനിമാ നടന്മാർ ഇങ്ങനെയാണ്, സംവിധായകർ ഇങ്ങനെയാണ്, പ്രൊഡ്യൂസർമാർ ഇങ്ങനെയാണ്, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും നാണക്കേടല്ലേ. അതാണ്. അപ്പോൾ കൃത്യമായി മലയാളികൾക്ക് അറിയാം മാറ്റി നിർത്തേണ്ടവരെ, പേരങ്ങ് തന്നാൽ മതി മാറ്റി നിർത്തപ്പെടും. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവർ ഒരുപാടുണ്ട് അല്ലേ. അപ്പോൾ അത്രയുള്ള എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പുറത്തുനിന്ന് വരുന്നവർക്ക് പോലും ഇതാണ് അവസ്ഥ, അകത്തു നിന്നവരുടെ കാര്യം പിന്നെ പറയേണ്ടതായിട്ടില്ലല്ലോ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. കൂടുതൽ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും. അതുവരെ സന്ദീപ് പാൾ സൈനിങ് ഓഫ്.